ഹായ് കൂട്ടുകാരെ, അപ്പം ഞങ്ങൾ ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അവിടെ നാളെ ഒരു കയറി താമസമുണ്ട്. അപ്പം ഞങ്ങൾ ഇന്ന് തന്നെ പോവാണ് കേട്ടോ. ഞാനും മക്കളും ഇന്ന് വൈകുന്നേരം തന്നെ പോവാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ചേച്ചീൻ്റെ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തി പിന്നെ അവിടെ ചെന്ന് ക്ഷീണിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് ചേച്ചിയുടെ ഏട്ടൻ പോയി ഐസൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ ഐസൊക്കെ കഴിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ അടുത്തുള്ളൊരു വീട്ടിലത്തെ കയറി താമസമായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി കുറച്ച് നേരം അവിടെ ജോലി ചെയ്യാനൊക്കെ കുറച്ച് നേരം പോയി. ഞങ്ങൾ വൈകുന്നേരം ചെല്ലണത് ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, സർപ്രൈസായി പോയതാണ് കേട്ടോ. അങ്ങനെ ചെന്നപ്പോൾ ഉണക്കമീൻ കറിയും ഒക്കെ ഉണ്ടായിരുന്നു, മുട്ടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അവിടെ ഞങ്ങൾ പോകാനുള്ള കാരണം രാവിലെ അവിടെ അടുത്തൊരു അമ്പലം ഉണ്ടായിരുന്നു. അമ്പലത്തിലൊക്കെ ഒന്ന് പോവാം, വൈകുന്നേരം പോയി അമ്പലത്തിൽ പോവാമല്ലോ എന്നുള്ളതിലാണ് ഞങ്ങൾ വൈകുന്നേരം തന്നെ തലേദിവസം തന്നെ പോയത്. അങ്ങനെ ഞങ്ങളെല്ലാവരും അമ്പലത്തിലൊക്കെ പോയി വീട്ടിൽ വന്നപ്പോഴത്തേനും വലിയ ചേച്ചിയും ഏട്ടനും പിന്നെ ഇവിടുന്ന് പൂക്കോട്ടുംപാടത്തുനിന്ന് അമ്മയും കുട്ടേട്ടനും ഏടത്തിയമ്മയും ഷാജിയേട്ടനൊക്കെ അപ്പോഴാണ് കേട്ടോ വന്നത്. അപ്പോൾ അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കയറി താമസ വീട്ടിൽ വന്നു. അവിടെ വീടൊക്കെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ വീടൊക്കെ. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയി. അപ്പോൾ എല്ലാവരും ഉണ്ട്, ഏട്ടനും കുട്ടേട്ടനും ഷാജിയേട്ടനും എല്ലാവരും ഉണ്ട്, ചേച്ചി എല്ലാവരും. ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു. ഇത് ഏട്ടൻ്റെ മോനാണ്. അങ്ങനെ അവിടെ നെയ്ച്ചോറും ചിക്കനൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് അങ്ങനെ പോന്ന് വീട്ടിലെത്താനായി. അപ്പോൾ 2 ദിവസമായിട്ടുണ്ടായിരുന്നു ലൂണേനെയും സ്റ്റെല്ലേനെയൊക്കെ കുളിപ്പിച്ചിട്ടൊക്കെ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഏതായാലും ഇപ്പോൾ ലീവല്ലേ, അപ്പോൾ പട്ടികളെയൊക്കെ ഒന്ന് കുളിപ്പിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പട്ടികളെയൊക്കെ കുളിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പോയി. ഏട്ടനും കുട്ടികളും കൂടി അങ്ങനെ പട്ടികളെയൊക്കെ കുളിപ്പിച്ച് കൊണ്ടുവന്ന് അന്നത്തെ ദിവസം അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഇതായി. അവിടെ അടുത്തൊരു തോടുണ്ട് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ അങ്ങനെയായിട്ട്. അപ്പോൾ മക്കളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തോട്ടിൽ പോയി കുളിപ്പിച്ചു. നല്ല വെള്ളം ഉണ്ടായിരുന്നു, വേനലിൽ വറ്റി കിടക്കുന്ന തോടാണ്. അപ്പോൾ ഞങ്ങൾ പുഴയപ്പോൾ കൊണ്ടുപോകലാണ് കേട്ടോ. അപ്പോൾ ഏതായാലും അവരെ ഇപ്പോൾ 2 ദിവസമായി കുളിപ്പിച്ചിട്ട്. അപ്പോൾ ആകെ ഒരുമാതിരി സ്മെല്ലൊക്കെ വരൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അവരെയൊക്കെ കുളിപ്പിച്ച് 2 ആളെ സുന്ദരക്കുട്ടപ്പനാക്കി കൂട്ടിൽ നിർത്തി. ഏട്ടൻ ക്ഷീണിച്ചിരിക്കുകയാണ് എല്ലാ പണിയും കഴിഞ്ഞ്. അപ്പം മക്കൾ ഇതാ മിറ്റൊക്കെ അടിച്ചു വരിക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ 2 ദിവസം അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞു പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.